വെയ്യായോ തുടങ്ങി പോടാണെന്ന് വയ്യെങ്കി അയ്യ പോലെ നിന്നോടാണാ പറഞ്ഞ ഈ ചക്ക ഒന്ന് തൊലിച്ചു കഴിയടാ. എന്തൊരു കഷ്ടം നോക്ക്. ആ മനുഷ്യൻ വിളിക്കട്ടെ. ആ മനുഷ്യൻ ഒറ്റ ഒരുത്തനെ ഇങ്ങനെ ആക്കി വിട്ടത് കേട്ടോ. പുന്നരിച്ച് 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 എടാ നിന്നോട് പറഞ്ഞ ഈ ചക്ക തൊലിച്ച് വെക്കാൻ. എടാ നീ ആരെയാണോ നോക്കിക്കൊണ്ടിരിക്കുന്നേ? എടാ റോഡിൽ ആൾക്കാർ നിനക്കെന്ത് വേടാ? എടാ റോഡിൽ എങ്ങനെ പലരും നിൽക്കും, നീ എന്തിനാണ് റോഡിൽ നിൽക്കുന്നവരെ നോക്കുന്നേ? എടാ ഈ ചക്ക എടുത്ത് തൊലിക്കടാ. എടാ ഈ ചക്ക ഒന്ന് തൊലിക്കടാ. ഞാൻ പുറത്ത് വരെ പോയിട്ട് വരട്ടടാ. എടാ അക്ഷയ വരെ ഒന്ന് പോയിട്ട് വരട്ടടാ. ഇതൊന്ന് തൊലിച്ചു കഴിക്കടാ. ആരെയാണോ നീ വിളിച്ചു വരുത്തുന്നേ? ആരാടാ വരുന്നേ? ആരോടാ നീ വിളിച്ചു വരുത്തുന്നേ വീട്ടിൽ? ഇത് തൊലിച്ചില്ലേ ഇവിടെ ഇരുന്നേ? നിന്നോട് എത്ര നേരം കൊണ്ട് പറഞ്ഞിടാ? നീ ഫോൺ എടുത്ത് വെച്ച് എന്തുവാടാ എപ്പോഴും സംസാരിച്ചോണ്ടിരിക്കുന്നേ? കൂട്ടുകാരെന്തുവാടാ? ആരാടാ വരുന്നേ? ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഈ വീട്ടിൽ ആവശ്യമില്ലാത്ത പിള്ളേരെ വിളിച്ചു കയറ്റരുത്. അവരുടെ പേരൻസിന്റെ ഉത്തരവാദിത്തം ഇല്ലാതെ ഒരു വീടുകളിലോ ഒരു കൂട്ടുകെട്ടിനോ എങ്ങും പോകാൻ പാടില്ല. ഇവിടെ വന്ന് എന്തെങ്കിലും സംഭവിച്ചു, നീ സമാധാനം പറയോ? ഞാൻ സമാധാനം പറയോ? ഏടാ നിന്റെ വാപ്പാടെടുത്ത് ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ. നിനക്ക് ഇച്ചിരി കുരുത്തക്കേട് കൂടി വരുവാ. നിന്നെ പഠിക്കാൻ കൊണ്ടാക്കിയത് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ടല്ല. കൂട്ടുകാരെ വരുത്തുന്ന പോലെ വീട്ടില്. എടാ നിനക്ക് അവരെ വരുത്തണമെന്നുണ്ടെങ്കിൽ അവരുടെ പേരൻസിന്റെ അടുത്ത് വിളിച്ച് അനുവാദം ചോദിച്ചിട്ട് നീ വരുത്തും. ഒരു ഹോസ്റ്റലിൽ നിൽക്കുന്നവൻ പേരൻസിന്റെ അനുവാദം ഇല്ലാതെ പിന്നെ കൂട്ടുകാരുടെ വീട്ടിൽ അങ്ങനെ പോകാൻ പാടില്ല. അവര് വരുന്ന വഴിക്ക് എവിടെങ്കിലും പോയി ഇവിടെ വന്നേന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനും എന്റെ ഭർത്താവ് ഉത്തരവാദിത്തം പറയടാ. എടാ ഫോൺ എടുത്താടാ. ഒന്നുമില്ല ഒന്നുമില്ല ഫോൺ എടുത്താ. എടാ നിന്നോടാ പറഞ്ഞേ എന്തോ പഠിക്കാനുണ്ട്? ഞാൻ നേരം വിളിത്ത ഇരുട്ട വിളിക്ക കാണുമോ ഈ ഫോണിൽ കൂടെ ഉള്ള നിന്നെ പഠിത്തം? കൂട്ടുകാരെ വിളി ഉറക്കമില്ല. എടാ രാത്രിയിലെ 10 മണിക്ക് ശേഷം ഉറങ്ങാതിരുന്ന മൊബൈൽ ഉപയോഗിച്ചാണ് ഈ കണ്ണിന്റെ താഴെല്ലാം കറുത്ത്. ഓ ഞാൻ എന്റെ രണ്ടാനമ്മയല്ലേ? നമ്മൾ എന്ത് പറഞ്ഞാലും കുറ്റവാ. എന്നെ നീ രണ്ടാനമ്മയൊക്കെയല്ലേ നീ കാണുന്നത്? എടാ നീ നിന്റെ കൂട്ടുകാരടുത്ത് പോയി പറഞ്ഞു കൊടുത്തതൊക്കെ എന്നെ ഒരാളെ വിളിച്ച് പറഞ്ഞു. നീ ഇവിടെ രാത്രി 10 മണിക്ക് ശേഷം ഇവിടെ മൊബൈൽ ഉപയോഗിക്കാൻ പറ്റത്തില്ല. 7 മണിക്ക് ശേഷം ഇവിടെ കൂട്ടുകാരോടൊപ്പം പുറത്തിറങ്ങാനും പറ്റത്തില്ല. ആ പിള്ളേർ 7 മണിക്ക് ശേഷം പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ പല ദുരുദ്ദേശങ്ങളാണ്. ഒന്ന് റോഡിലോട്ട് പോയി ആരെങ്കിലും ഒന്ന് കൂട്ടിന് വിളിച്ചു വാടേന്ന് പറഞ്ഞു, നീ അവന്റെ കൂടെ പോയി. ചിലപ്പം അവൻ പോലീസ് വരുന്ന എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടുമ്പോൾ നിന്റെ വണ്ടിയുടെ പുറത്ത് എന്തെങ്കിലും തിരികിട്ട് പോയാൽ നീയല്ലേ അവിടെ പ്രതിയാവുന്നത്? എടാ അതുകൊണ്ട് 7 മണിക്ക് ശേഷം ആൺപിള്ളേർ പുറത്തു പോകാൻ പാടില്ല. ഇവിടെ പേരൻസിന്റെ അനുവാദം ഇല്ലാതെ ഒരു കൂട്ടുകാരെ ഈ വീട്ടിൽ വിളിച്ചുകൊണ്ട് വരെയും വേണ്ട. കേട്ടത്? നിന്നെ കഷ്ടപ്പെട്ട് വാപ്പ പൈസ ഒന്ന് പഠിപ്പിക്കുന്നതേ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടാ. അല്ല ഞാൻ എന്താ ഈ പറയുന്നത്? ഞാനെന്ന് പറഞ്ഞാൽ ഞാൻ കുറ്റക്കാരിയാ. മോനെ പുന്നരിച്ച് ആ മനുഷ്യൻ വഷളാക്കി. ഞാൻ പറഞ്ഞതാ കൊണ്ടുപോയി അങ്ങ് വിടാനെ കൊണ്ട് എത്തിങ്ങാനെ എന്നെ കൊണ്ട് വിടാനും. കേക്കണ്ടായോ മനുഷ്യൻ? കേക്കണ്ടായോ? ആ മനുഷ്യന്റെ റമദാൻ മാസത്തിൽ ഈ സദക്ക കൊടുക്കാൻ പൈസ അറിയില്ല. നമ്മുടെ വീട്ടിൽ ഓരോരുത്തർ വന്ന് പോകും. സദക്ക കൊടുക്കാനും 1 മാസത്തെ പൈസ അയച്ച് തന്നു പറഞ്ഞിട്ട് ആ മനുഷ്യൻ കേട്ടിട്ടില്ല, ചെയ്യത്തില്ല. ഫോൺ ഇങ്ങോട്ട് വെക്ക്. ഈ തുണി എല്ലാം ഇവിടെ കൊണ്ടുപോയി കഴുകിക്കൊണ്ട് എന്ത് വൈകിട്ട് കഴുകിറ? വൈകിട്ട് എനിക്കറിയാം നീ വൈകിട്ട് ചെയ്തില്ലെന്നുള്ള. നിന്നോടാ വന്ന് ഇങ്ങോട്ട് എണിക്കണം. എണിക്കറിഞ്ഞു ഈ തുണി ആരും കഴിക്കുന്ന
നേരം കൊണ്ട് എന്നെ ചിരിക്കാൻ വിടുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ എന്നോട് പറഞ്ഞോണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നേ. എടാ ഈ തുണി വാരി കഴുകിടാനാ പറഞ്ഞേ. എനിക്ക് പറ്റില്ല, സൗകര്യമില്ല. ഇപ്പൊ നാളെ സഹിക്കുന്നില്ല എന്നെ വീണ്ടും നാളുണ്ട്. എനിക്ക് എന്റെ രണ്ടാമ്മയുടെ ശല്യം സഹിക്കാൻ പറ്റുന്നില്ലടാ. ഞാൻ അവിടെ തെള്ളിയിട്ടടാ. ഞാൻ 2 ദിവസത്തേക്ക് ഞാൻ എന്റെ വീട്ടിൽ വന്ന് നിൽക്കട്ടെടാ. അഭിജിത്തെ പ്ലീസ് റൈനിങ് ഇവിടെ നിൽക്കാൻ വയ്യടാ. എനിക്ക് ഭയങ്കര ശല്യോടാ. ഞാൻ ഇവിടെ ചുമ്മാ ഇരുന്ന കുറ്റം, മൊബൈൽ എടുത്ത കുറ്റം, TV കണ്ട കുറ്റം. എനിക്കാണെങ്കിൽ ഇവിടെ പഠിക്കാൻ വരെ അസൈൻമെന്റ് ഉണ്ട്, അത് എഴുതാൻ പോയാൽ അതിന് കുറ്റം. പഠിക്കാൻ വിടുന്നില്ല, പഠിച്ച കുറ്റം, പഠിച്ചില്ലെങ്കിൽ കുറ്റം. ഒരു കാരണമില്ലാതെ എനിക്ക് ഒന്നും അറിയത്തില്ലടാ വിജിത്തെ. അതിന്റെ വീട്ടോട്ട് വരടാ. ഞാൻ ഏറ്റിങ്ങനെ ജംഗ്ഷനിൽ വന്ന് നീ എന്നെ പിടിച്ചു വെള്ളി ഇറങ്ങടാ. എന്റെ കെട്ടിയന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. എന്റെ കെട്ടിയന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങടാ. നീ അടിക്കോ അല്ലയോടാ? നീ അടിക്കോ ഇല്ലയോടാ? ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന്. പോടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. പോടാ ഈ വീട്ടിൽ നിന്ന്. എടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോടാ. നീ എന്നെ ഉപദ്രവിക്കാനായി പോയില്ലയോ? ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്. എടാ നിന്നെ കൊണ്ടു ഇറങ്ങിപ്പോടാ. ഇറങ്ങിപ്പോടാ ഈ വീട്ടിൽ നിന്ന്. ഇറങ്ങിപ്പോടാ. നീ എന്നെ പിടിച്ചു കഴിഞ്ഞേ. നീ ഞാൻ ഉണ്ടാക്കി തരുന്ന ചാപ്പാട് നിന്നോണ്ട് ചക്ക ഇറങ്ങടാ ഈ വീട്ടിൽ നിന്ന്. ഇറങ്ങടാ. പോടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. പോടാ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇറങ്ങി പോനാ എവിടാന്ന് വെച്ചാ പൊയ്ക്കോളാം. ചക്ക നീ എന്നെ ഇടിച്ചിട്ട് നീ എന്തോ കാണിക്കുന്നേ? നീ നാടകം കാണിക്കുന്നോ? പോടാ ഇറങ്ങിപ്പോടാ. നീ തുണിയും കണ്ട ചക്ക എന്തിണ്ട ഈ വീട്ടിൽ നീ ഈ നിമിഷം ഇറങ്ങണം. ഇവിടെ ഇറങ്ങിപ്പോയിക്കോ. എന്റെ വിദ്യാഭ്യാസം, എന്റെ ഭാവി എല്ലാം പോയി താവടി. വിദ്യാഭ്യാസം പോയി. അയ്യോ എന്റെ വിദ്യാഭ്യാസം പോയി. ആരെങ്കിലും വീട്ടിൽ പോയാൽ പറ്റില്ല. എന്നെ ഈ വീട്ടിൽ അയ്യോ എന്റെ തല വയ്യ. എന്റെ തല വയ്യ. എന്റെ തല ഹലോ ഉമ്മച്ചി, ആ തലതെറിച്ച ചെറുക്കൻ എന്നെ ഇവിടെ ഇടിച്ച് വീഴ്ത്തി.
എന്റെ തല പോയി ഇടിച്ച് നടന്നു മേടിച്ചു. ഉമ്മ എപ്പൊ നോക്കിയാലും ഫോൺ എടുത്ത് വെച്ചോണ്ട് ഓരോരുത്തരെ വിളിച്ചിരുന്നു. ഞാൻ പഠിക്കണമെന്ന് പറഞ്ഞാൽ അവൻ എന്നെ പിടിച്ച് തള്ളിയിട്ട് ഉമ്മ എന്റെ ഫോണും കണ്ടില്ല. ഉമ്മ ചിക്കായെ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് വിളിക്കാൻ പറ, പെട്ടെന്ന് വിളിക്കാൻ പറ. എനിക്ക് വയ്യ, എനിക്ക് ആശുപത്രി പോണോ? ഇല്ലമ്മ, എനിക്ക് എണ്ണിക്കാൻ വയ്യ ഉമ്മ, എനിക്ക് വയ്യ. അവന് നേഴ്സിങ്ങിന് പഠിക്കാൻ കൊണ്ട് വിട്ടിട്ട് എപ്പം നോക്കിയാലും പോണം. ഞാൻ വഴക്ക് പറഞ്ഞ എന്നെ പിടിച്ച് തള്ളിയിട്ട് ഇല്ല, തലയ്ക്ക് അടിയേറ്റതും നടുവും പോയി. എനിക്ക് നടക്കാനൊന്നും വയ്യമ്മ, പെട്ടെന്ന് നിൽക്കായി ഒന്ന് ഫോണിൽ വിളിക്കാൻ പറയുമ്മ. എന്റെ തല പോയി. അറിയത്തില്ല. ഹലോ ഉമ്മ, എനിക്ക് ഒട്ടും വയ്യ. ഇക്കാൻ വിളിച്ചില്ല, ഉമ്മക്കായി വിളിച്ച് പറഞ്ഞില്ലയോ? ഒന്ന് വിളിച്ച് പറയുമ്മ, എനിക്ക് വയ്യ ഉമ്മ, എനിക്ക് ആശുപത്രിയിൽ പോണം. പാങ്ക് കേട്ട് നമസ്കരിച്ചത് പോലും ഇല്ല. ഒന്ന് വിളിച്ച് പറയുമ്പോ ആ ചെറുക്കൻ എന്നെ ഇങ്ങനെ ഉപദ്രവിച്ചിട്ട് ഇവിടുന്ന് അങ്ങോട്ട് ഇറങ്ങിപ്പോയുമ്മ. എനിക്കറിയില്ല, ഇനി ഞാൻ അതിനും കൂടെ സമ്മാനം ചെയ്യണം. ഇനി ആ ചെറുക്കനെ കണ്ടില്ലെങ്കിൽ അങ്ങനെ എന്നെ നേരെ നിൽക്കും. എന്നെ ഉപദ്രവിച്ചതൊന്നും അങ്ങനെ അറിഞ്ഞില്ലല്ലോ. അവനെ അവിടെ ഇനി പോയി നിന്ന് കള്ളം വിളിച്ച് പറഞ്ഞു കൊടുത്താണ് ഞാൻ അവനെ ഉപദ്രവിച്ചെന്ന്. ഉമ്മ പെട്ടെന്ന് ഒന്ന് വിളിക്ക്, ഒന്നുകൂടെ വിളിച്ചു നോക്ക്, എടുക്കും. നീ എങ്ങോട്ട് പോയോ എനിക്കറിയത്തില്ല. സത്യം പറഞ്ഞ കല്യാണം ഒന്നും വേണ്ടായിരുന്നു. ബാധ്യത ഉള്ളതല്ല ഏറ്റെടുത്ത് വെച്ചിട്ട് ഇപ്പൊ ഞാൻ അതിന് പറയുന്നത്. പലർക്കും എന്റെ ഒക്കെ കയ്യിൽ കൊണ്ട് ഇടിയും കൊണ്ട് അവന് വെച്ച് വഴി വരച്ച് കൊടുക്കുന്നതിന്റെ കൂലിയാവേ എനിക്ക് തന്നത്. നിങ്ങളുടെ മോൻ എന്നെ ശരിക്കും ഉപദ്രവിച്ചു കേട്ടോ. ഞാന് എപ്പോ നോക്കിയാലും ഫോൺ എടുത്ത് വെച്ചോണ്ടിരുന്നപ്പോ ഞാന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പഠിക്കടാന്ന്. അവൻ എന്നെ പിടിച്ച് വെള്ളയിട്ട് എന്റെ നടുവിനെല്ലാം ചവിട്ടി. എന്റെ നടുവ് പോയിക്ക, ഇനി ഒന്നിനും കൊള്ളൂല. ഇനി എന്നെ ഒന്നിനും കൊള്ളൂല. എന്റെ നടുവെല്ലാം കൂടെ ചവിട്. അവ ഇവിടുന്ന് ഇറങ്ങിപ്പോയി. ഓ, നിങ്ങൾക്ക് നിങ്ങളുടെ മോനെന്തേ ചോദിക്കുന്നല്ലേ? അപ്പൊ എന്നെ ഇത്രയും ഉപദ്രവിച്ചിട്ട് നിങ്ങൾക്ക് അതിനെ കുറിച്ച് ചോദിക്കണ്ട. അല്ലേലും എനിക്കറിയാം നിങ്ങളുടെ മോനെ നോക്കാൻ വേണ്ടിട്ട് എന്നെ വിളിച്ചതുള്ളത്. എനിക്ക് നന്നായിട്ട് അറിയാം. അവിടെ ഉമ്മ വിളിച്ചോണ്ടിരിക്കുന്നു. ഞാൻ ആശുപത്രി പോയിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ മോനെ വിളിക്കാം എവിടാന്ന് വെച്ചാൽ. എനിക്കെല്ലാം മനസ്സിലായി. നിങ്ങൾ എന്ത് ചെയ്താലും നിങ്ങളുടെ മോനല്ലേ സൈഡ് നിൽക്കത്തുള്ളൂ.
സത്യം പറഞ്ഞ രണ്ടാം കല്യാണമേ വേണ്ടായിരുന്നു. എനിക്ക് മനസ്സിലായി അതിനൊരുങ്ങിയത് എനിക്ക് ഏറ്റവും വലിയ അബദ്ധം പറ്റിയത്. അതുകൊണ്ടല്ലേ നിങ്ങളുടെ മോനെ നോക്കി നിങ്ങളെ നോക്കി ഞാനിവിടെ സർവ്വ ജോലിയും ചെയ്തിട്ട് അവസാനം നിങ്ങളുടെ മോന്റെ കൈ കൊണ്ട് ഞാൻ ചാവേണ്ട അവസ്ഥ വന്നില്ലേ? എന്നെ എന്തുമാത്രം ഉപദ്രവിച്ചൊരിക്കാൻ അറിയാമോ? എന്തുമാത്രം എനിക്ക് ഉപദ്രവിച്ചത് അറിയാമോ? ഈ കൈ കേട്ട് നടവ് വത്താടിച്ചത്. ഇല്ല, ഞാൻ എങ്ങനെയെങ്കിലും ഒന്ന് നമസ്കരിച്ചോട്ടെ. നമസ്കരിച്ചിട്ട് ഞാൻ എന്റെ വീട്ടിൽ പോവാം. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. നിങ്ങൾ വന്നിട്ട് നിങ്ങളുടെ മോനെ വളർത്തിക്കോ കേട്ടോ. ഇങ്ങനെ പുറകെ പിടിച്ച് അമുക്കി വെച്ച് ഒരുപാട് സമയം ഇങ്ങനെ പിടിച്ചു വെച്ച് കൊല്ലണം കേട്ടോ. ഞങ്ങളുടെ ഭാവി പോലും ഓർത്തില്ലല്ലോ. അപ്പ നമ്മൾ രണ്ടുപേരും തമ്മിൽ പിടിച്ച് ഇവള് ചാവണം. എന്റെ കരിയറെല്ലാം പോയി. എന്റെ പഠിത്തം, എന്റെ നേഴ്സിംഗ് വിദ്യാഭ്യാസം എല്ലാം പോയി. എന്റെ കരിയറെല്ലാം പോയി. ഞാനെങ്കിൽ ജയിലിൽ പോവാ. ഇവൾക്ക് ചാവേണ്ട ചേട്ടൻ. എന്റെ വാപ്പടുത്ത് ആദ്യമേ പറഞ്ഞു ഞങ്ങളുടെ ഭാവി ആലോചിച്ചിട്ട് കല്യാണം കഴിച്ചാൽ മതി, രണ്ടാമത് കല്യാണം കഴിച്ചാൽ മതി. എന്റെ ഭാവി കണ്ടില്ല. എന്റെ രണ്ടാളും മാനഞ്ചി എന്നിട്ട് കഷ്ടപ്പെടുത്തല് ഓരോ ദിവസം ചെല്ലുന്നൊരു പഠിക്കാൻ ചോദിക്കുമ്പോ പറയും പഠിക്കണ്ട, തുണി എഴുതാൻ പറയും, മൊബൈൽ നോക്കണ്ട, അങ്ങനെ ഇങ്ങനെയാണ് പറയും. എന്റെ മേലെ നോക്കി കൈ കെട്ടി ഞാൻ അവിടെ കൊണ്ടുപോയി. എന്റെ കരിയറെല്ലാം പോയി. അങ്കളെ എന്റെ നേഴ്സിംഗ് പഠിച്ചെല്ലാം പോയി. ഞാനെങ്കിൽ ജയിലില്ല. അങ്ങളെ എന്താ ചെയ്യും? വന്നെന്ന് പറയുന്നത് ഇവിടെ വന്ന് അറിഞ്ഞ കാര്യം പറയാം കേട്ടോ.